ഞങ്ങളങ്ങനെ എത്ര ടൈമിലാലും രണ്ടേകാലാവുമ്പോൾ ചുരം കയറാൻ പോവാണ്. അതും വെറും ചുരമല്ല, കൂടല്ലൂർ ചുരം, നാട് കാണി ചുരം. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു എന്നോട് ടീഷർട്ട് ഇട്ടാൽ തണുക്കും, ട്രൗസർ ഇട്ടാൽ പാടില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു, നമ്മളതൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പോവുകയാണ്. സോ ഗൈസ്, ഞങ്ങൾ യാത്ര പോവാണ്. ഒരു നായ് കസി എല്ലാവരും ഞാൻ നല്ല പറഞ്ഞെടുത്തില്ലേ കാടമുട്ട എന്ന സമയത്ത്. അവർ കാടമുട്ട നല്ല റീച്ചാണ്. 2.5 എന്നിട്ടാണെന്ന് പറയും. 2 സബ്സ്ക്രൈബറും എൻ്റെ അപ്പം തൊലിക്കൽ കൂടുതൽ പോയി കണ്ടറ കൂടുതൽ എന്നിട്ട് പോവുകയാണ്. എന്താണാവോ നടപ്പുണ്ടാവുമല്ലോ അതോ വാ. സോ ഞങ്ങൾ ഇത് രണ്ടി വന്നു. അല്ല ഇപ്പം തന്നെ മഴ പെയ്തു. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിട്ടിട്ട് നൈറ്റിൽ പോകാനുള്ള മൈൻഡാണ്. കാരണം കുറേ ദൂരം പോകാണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് നൈറ്റിൽ പോകാം. ശർക്കര നൈറ്റൊക്കെ അടിപൊളിയായിരിക്കും. ഇവിടെ നൈറ്റ് വന്നിട്ട് ചായ അടിച്ചോട്ടോ വന്ന് വരുമ്പോൾ മക്സിയിൽ മക്സി അടിപൊളിയാണ്. പോകേണ്ടി വരും, കുടിക്കേണ്ടി വരും. ഇത് AC പള്ളി ഗൈഡ് പബ്ലിക്സ്. ഞങ്ങളങ്ങനെ ഇതവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇടയ്ക്കര ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി വൈക്കട എത്തണം. അവിടുന്ന് അങ്ങോട്ട് ചുരം കയറാണ്ട് കയറുന്ന സമയത്ത് അപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഫുള്ള് മഴ ആയതുകൊണ്ട് ഞാൻ ഫോൺ വെച്ചത്. ഓക്കെ, സോ വൈക്കട ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല മഴയുണ്ട്. പക്ഷെ നേരെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ബിരിയാണി ഇതായിട്ട് അവിടെ തന്നെ ഇപ്പോൾ എല്ലാ ടൂറിൻ്റെ സ്പോട്ട് വരുന്ന സമയത്ത് ബിരിയാണി കൊടുക്കുക. നമ്മൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ചുരം കയറുന്നുണ്ട്. മഞ്ഞ് പോയി. ഞങ്ങളങ്ങനെ ഒരു ചായക്കടയിൽ നിർത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ മറ്റേ നാട് ഫസ്റ്റത്തെ ചായ അത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കട വന്ന് കുടിക്കേണ്ടി വന്നു. നല്ല മഴ. വാവ്. ഇത് നോക്കാം.
എടുത്ത് നല്ലായിരുന്നല്ലേ. Sugar daddy. Wow. Now I really love this view. Oh my god. Beautiful. ചെങ്ങായി പറഞ്ഞ പോലെ എനിക്ക് കുത്തണ്ടൊന്നും കാര്യമില്ലാതെ വൈബ് തന്നെ. ചന്തന്മാരെ അങ്ങോട്ടൊരു ആക്സിഡന്റ് പോയപ്പോൾ പറയും baikan uang. So nice. That is the prasnam. നമ്മള് മുളക്കാട് മൊത്തത്തിൽ ഇങ്ങോട്ട് റോട്ടിലേക്ക് പോകുന്നതാണ്. ഗൂഗിൾ മാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ സംഭവം ഇടായിരുന്നു റോഡ് സൈഡ്. അതന്നെ കല്യാണ വണ്ടി എന്തായാലും അല്ലാതെ വധുവധന്മാർക്ക് മംഗളാശംസകൾ. ടാറ്റ റൈറ്റ് ബാഹുബലി നമ്മളിപ്പോ പോകും. ഈ ട്രാപ്പിഡ് വലിയ മുളക്കാടൊക്കെ താഴത്ത് പോണു കഴിഞ്ഞാല് പക്ഷെ വല്ല വണ്ടിമക്കൊന്നും പോകാത്ത ഭാഗ്യം. ഇതിപ്പോ പോകുമ്പോ കൂട്ടത്തോടല്ലേ പോകുക, ഓരോന്നോരൊന്നും പോകൂലല്ലോ. കാക്കമാർ ട്രൈ there is a bus bro. ഒരിക്കലും നമ്മൾ ആ റൂമിൽ നിൽക്കൂല, നമ്മൾ താഴത്തോട്ട് പോരും. എനിക്ക് നാളെ വർക്ക് ഉണ്ടെന്നായേ. അപ്പോൾ ഞങ്ങളിവിടെ കഴിഞ്ഞാൽ ബൈക്കട വന്ന് കുറച്ച് മേലേക്ക് കയറിയിട്ട് നല്ല കാറ്റാണ്. ഇപ്പോൾ തണുപ്പൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ വളരെ കുഴച്ചാണ്. ആ BWD പോയി കിട്ടി, അതാണ് BYD കൊള്ളാം. നല്ല കാറ്റ് പറഞ്ഞ പോലെ നല്ല കാറ്റാണ്. പിന്നെ എന്താ പറയുക, ഇനി ഇവിടുന്ന് കുറേ പോകാണ്ട് 22 കിലോമീറ്റർ ഏതായാലും പറഞ്ഞത് എൻ്റെ റൂമിക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ 22 കിലോമീറ്റർ ഉള്ളൂ. എന്താണ് വരുന്നത്? KSRTC തമിഴ്നാട് എക്സ്പ്രസ്, വെറും എക്സ്പ്രസ് അല്ല.
അതെ, തമിഴ്നാട്. തമിഴ്നാടല്ലേ? കർണാടക. അപ്പൊ തമിഴ്നാട് വേറെ ഉണ്ടോ? തമിഴ്നാട് വേറെ ഉണ്ടോ? അപ്പൊ ഇത് കർണാടക. ആ കോഡ് എങ്ങനെ പോകണുണ്ടോ? അത് ആക്ച്വലി കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ. അപ്പൊ അതൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറയിലൂടെ എത്രത്തോളം കാണാൻ പറ്റണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും ഇനി പോകാണ്ട് നല്ലൊരു ബ്ലോഗ് ആകട്ടെ, നല്ലൊരു റീച്ച് ആവട്ടെ. ഇപ്പം കയ്യേറ്റം എന്തെങ്കിലും കാട്ടി സത്യം പറഞ്ഞ സിനിമ മറ്റേ 13 or 14 ഏതെങ്കിലും ആണ്. എനിക്ക് എന്താ പറയാല്ലത് ഈ ട്രിപ്പിനെ കുറിച്ചിട്ട്? നല്ലൊരു എക്സ്പീരിയൻസ്. ട്രിപ്പ് ഒന്നല്ല, സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് റൂമുണ്ട്. അപ്പൊ റൂമുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് സാധനം എടുക്കാണ്ട്, അതിന് വേണ്ടിട്ട് അതിനെ കൊണ്ടുവന്നാണ്. പറ്റി എന്തായി? ഞാൻ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല എക്സ്പീരിയൻസ്. ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്, അതായത് നാടുകാണി ചുരം കയറുന്നത്. പക്ഷെ ഇത്ര കാറ്റ് ഞാൻ ഇപ്പൊ അടുത്തൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞ അടിപൊളി സെറ്റപ്പാണ്. കണ്ടോ, നല്ല കോടമഞ്ഞ്. അതെ, കോടമഞ്ഞ് പോണ കണ്ടില്ല. കണ്ടില്ലേ? കാണൂ, നിങ്ങൾ കാണൂ. ഇവിടുത്തെ കാറ്റ് കണ്ടോ, ശരീരം ഒത്തരണ്ടോ? ഞാൻ കാറ്റ് കാണിക്കാം. ശ്രദ്ധിക്കണം, ചിലപ്പോ അത് പറ്റൂല. അല്ല, മൂത്രം മേലക്ക് വരുന്ന നോക്കണം. ചില സമയത്ത് ഉണ്ടാവും ഇങ്ങോട്ട് വരുന്നത്. വീഡിയോയിലിടും ഗൈസ്. നമ്മളങ്ങനെ ഒന്നും നമ്മൾ കട്ട് ചെയ്യാറില്ല എന്ന് ഞാൻ അന്നും പറഞ്ഞ പോലെ തന്നെ. പിന്നെ നല്ല കാറ്റ്, മഴ വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ, അവിടെ നല്ല കോടയാണ്, കരുതുന്ന പോലെ ഒന്നുമില്ല. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് നാടുകാണി ചുരം കയറാൻ പറ്റും. പക്ഷേ മുളക്കാട് കൊണ്ട് ഇങ്ങനെ ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കാര്യം നമ്മൾ വീണ്ടും ബാക്ക് ടു ഫ്ലൈറ്റ്. ചെറിയ സംഭവം എന്താ പറയുക, ഇത് നമ്മളെ മറ്റെന്താ പറയുക, മക്കാം പരിപാലന ഇർഷാദുൽ മുസ്ലിയാർ സംഘം. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇതിൽ കൂടെ പൈസ ഇടും ഈ റോട്ടിൽ. ഈ പൈസ പെറുക്കാനായിട്ട് നമ്മളെ കാക്കുണ്ട് അവിടെ. അയാൾ നേരെ കൊണ്ടുപോയിട്ട് ആ പള്ളി കുറ്റിക്ക് ഇടുന്നാണ് വിചാരിക്കുന്നത്. രണ്ടാണ്. പിന്നെ അവിടെ ഒരു നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു കാക്ക എൻ്റെ മേലെ കുത്തിരുന്നിട്ട് അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ആണ്ട് നേർച്ച ഷഹബാൻ 1-നാണ്. അത് എന്നാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇവിടെ പൈസ ഇങ്ങനെ റോട്ടിൽ കൂടെ തന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇടും. അത് ആദ്യം ഇതിന് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എടുക്കാനൊന്നും. പിന്നെ ഇപ്പോൾ ഇതാ അങ്ങനെ എടുക്കാനൊക്കെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ. ഞങ്ങൾ ബാക്ക് ടു റൈഡ് നോക്കട്ടെ. ഫൈനലി ഞങ്ങൾ കോട കണ്ടു. ഇപ്പോൾ ടൈം ആക്ച്വലി എത്ര വെച്ച് കഴിഞ്ഞാൽ 4:22 കോടയാണ്. എനിക്ക് തണുപ്പില്ല. ഇല്ല, അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഈ ട്രൗസറും ടീഷർട്ടും മാത്രമേ ഇട്ടുള്ളൂ. തണുപ്പില്ല. നോക്കട്ടെ തണുപ്പ് വന്ന്. പക്ഷെ നല്ല കൊള്ളാം. കോട ഇതെങ്ങനെ ഇതിങ്ങനെ തന്നെ കണ്ടാലേ ഭംഗിയുള്ളൂ. പക്ഷേ 500 രൂപ എണ്ണ എടുത്തില്ല എന്തായാലും മുതലായി. അതൊന്നും പറയാല്ല. പോകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങി. ചാർജില്ല, അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. ആകെ ചാർജ് എത്ര വെച്ച് കഴിഞ്ഞാൽ 37 ഉള്ളൂ. അത് കൂടുതലൂർ എത്തുമ്പോഴത്തേക്ക് 37 നിൽക്കുന്നുണ്ടാവില്ലേ? കൂടുതലൂർ എത്തുമ്പോഴത്തേക്ക് 37 നിൽക്കൂലേ ചാർജ്? ആക്ച്വലി ഇതാണ് വെസ്റ്റ് ബംഗാൾ. വാവ്. ഞങ്ങളങ്ങനെ ഇത് കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡർ ഇവിടെ എത്തി. അത് എഴുതി വെച്ചിട്ടുണ്ട് തമിഴ്നാട് ബോർഡർ, വെൽക്കം ടു തമിഴ്നാട് എന്നുള്ളൊരു ഇതാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ? ഇതൊക്കെ കാണണം. ഇതൊക്കെ ഞാൻ കുറേ കാലമായി കണ്ടിട്ട്. ഇതെന്താണ് ഇത്? കാട്ടത്തി സത്യത. പക്ഷെ റോഡ് വളരെ മോശമാണല്ലോ. 28, 29 റൂട്ട്. അതാണ് ആക്സിഡൻറ്റ് സോൺ ഗോസ്ലോ. ഇത് ഞങ്ങൾക്ക് വേറെ ആവശ്യം കിട്ടിയില്ല. സിപ്പ് ലൈൻ ഉണ്ടോ അവിടെ? സിപ്പ് ലൈൻ എവിടെ ഉള്ളത്? വൈക്കല്ല്
എവിടെ സിപ്പ് ലൈൻ ഉള്ളത്? നാട് ഇത്രയും ഇവിടെ കോടല്ല, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കോടുണ്ട്. കൊള്ളാം. നൈസ് നൈസ് പരിപാടി. പതുക്കെ പതുക്കെ പോട്ടെ. പക്ഷെ ഇതൊന്നും തണുക്കണ കോടല്ല. തണുപ്പിലെ കോട വരും, വെയിറ്റ് ചെയ്യും. ആ ഐ വാണ്ട് തണുപ്പ്. ഇത് കണ്ണ് കാണാത്ത അങ്ങനത്തെ രീതിയിലുള്ള കോടകളൊക്കെയാണ്. എനിക്കതല്ല വേണ്ടത്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗൊക്കെ എന്തായാലും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്മാനോട് ഇപ്പം നോണ പറയാൻ പറ്റില്ല. ഇമ്മ അത് ഫുള്ള് കാണും. അപ്പോൾ പിന്നെ ഇമ്മ നാട് കാണി പോയി അത് പറയേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പം എവിടെ പോകുമ്പോഴും വ്ളോഗ് എടുക്കണ്ടോ? നാളെ ഷർട്ട് വെച്ചിട്ട് കണ്ടുപിടിച്ചേ. ഷർട്ട് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടോ. ഞാൻ മന്തി വെച്ചാൽ പോയിട്ട് അപ്പം ഉമ്മാനോട് പറഞ്ഞു ഉമ്മ സാദാ ചോറ വെച്ചിട്ട് പൊന്നാട് അജിച്ച് എന്തിനാ നോണ അജിച്ച് ഇന്നലെ മന്തി വെച്ചിട്ടുള്ളല്ലോ പറഞ്ഞു. അപ്പണ്ട് എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? ആ ഷർട്ട് ഇപ്പഴത്തല്ലേ കൊണ്ടുപോയത്? അല്ല അയാള് വിചാരിച്ചു ഞാൻ ചന്ത കഴിഞ്ഞിട്ട് എന്നൊരു പറഞ്ഞത്. അയാള് കർണാടക ആണ്, പക്ഷെ ബ്ലോക്കാണ്. പാട്ടം പാട്ടത്തിന് കൊടുക്കുക. പാട്ടല്ലെന്ന് പറയും. ആ അതായത് ഇവിടെ സ്ഥലം മേടിക്കണം എന്നുണ്ടെങ്കിൽ പാട്ടല്ല സ്ഥലം മേടിക്കാനേ പറ്റുള്ളൂ. ഈ പാട്ടല്ല സ്ഥലത്താണ് കരഞ്ച്, വെള്ളത്തിന്റെ സൗകര്യം, കരഞ്ചിന്റെ സൗകര്യം ഒക്കെ കിട്ടുക. പാട്ടത്തിന് അതായത് ഇപ്പോൾ ഒരു 50 സെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു 10 സെന്റിന് ആ പാട്ടുണ്ടാവും. മീൻസ് പട്ടയം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പട്ടയമില്ലാത്ത സ്ഥലം ഇവിടെ മേടിക്കാനോ വിൽക്കാനോ പറ്റില്ല. ഗവൺമെന്റിന്റെ സ്ഥലമാണത്. മീൻസ് നമ്മളൊരാൾ പട്ടയമല്ലാതെ 50 സെന്റിന് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയെന്ന് കരുതിക്കോ, ഗവൺമെന്റ് ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ടി വരും. പ്രശ്നം ഗൈസ്. ഞങ്ങളപ്പോൾ അങ്ങനെ കൂടല്ലൂരെത്തി. കൂടല്ലൂർ ആക്ച്വലി ഞങ്ങളിപ്പോൾ വന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടാണോ, അല്ലാതെ ഞങ്ങൾ വലിയ ട്രിപ്പായിട്ടോ അങ്ങനത്തെ കാര്യമായിട്ടൊന്നും വന്നതല്ല. ഇവിടുത്തെ വൈബ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഈ ഫോണിലൂടെ കണ്ടാലൊന്നും വലിയ രസം തോന്നില്ല. അതങ്ങനെയാണല്ലോ. പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് നല്ല രസമുള്ള സ്ഥലമാണ്. കണ്ടോ, ഈ ചുറ്റോറൊക്കെ ഫുള്ള് കോടയാണ്. അത് ഈ ഫോണിലൂടെ ആകുമ്പോൾ എത്ര ആയാലും കാണൂല. അതങ്ങനെയാണല്ലോ. പിന്നെ ഞങ്ങൾ റൂമിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു സ്ഥലം എന്തോ പറഞ്ഞു വെച്ചേർക്കാം. അതായത് എന്തോ ഒരു സ്ഥലം പറഞ്ഞു, അവിടെ നിന്ന് പോകണം. അവിടെ നല്ല കോടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനെന്താ വെച്ചാൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞാനെന്താ വെച്ചാൽ ഇവിടെ ചെക്കന്മാരത്ത് എന്തൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കാണിച്ച് തരാം. ഓക്കെ, ബൈ. സോ ഗൈസ് ഇവൻ എന്നോട് പറഞ്ഞു നല്ലൊരു തണുപ്പുള്ള സ്ഥലത്തുണ്ട്. എനിക്കിവിടെ വന്നിട്ട് വലിയ AC-ത്തെ വലിയ തണുപ്പൊന്നും പോലും തോന്നിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന്. ഇനി അവിടെ പോയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ബൈ. കൊള്ളാം. നിങ്ങളിപ്പോൾ നടുവട്ടത്തെത്തി. തണുപ്പുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, കുഴപ്പമില്ല, പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റും. ഓ ഇപ്പോൾ കാണുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അറ്റ്ലാസ് ഞങ്ങളവിടെ ഇതെവിടെ സ്ഥലം ഇല്ലല്ലോ, നടുവട്ടം ഈ വിടുന്നത് പോകുകയല്ല, പകരം ഞങ്ങൾ
തണുത്തിട്ട് വേർച്ചിട്ട് പണ്ടാരായതാണ്. നല്ല ചായ അടിച്ചുന്ന സമയത്ത് ഭയങ്കര രസമുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര ചൂട്, ചൂട് ചായ കുടിക്കുന്ന നല്ല തണുപ്പ്. അതെ, വലിക്കാത്ത ആൾക്കാർക്കും പുക ഇടാൻ പറ്റിയ ആകെ സ്ഥലം. അതെ, അത് നടുവട്ടം ആർക്കും വിടാം. എന്ത് പിന്നെ കൊള്ളാം. എന്താ പറയാ, കരുതിയ പോലല്ല, നല്ല തണുപ്പുണ്ട്. മഴ കാരണം ടൈം ആക്ച്വലി 27 ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഇവിടെ ഇങ്ങനെ തണുപ്പ്. അപ്പൊ രാത്രി ഒരു 12 മണിയാകുമ്പോഴേക്കും തൂറി വരും. ഇല്ല എൻ്റെ യൂട്യൂബിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ എന്തായാലും ഇനി അടിക്ക് ഇറങ്ങുന്ന വീഡിയോ എടുക്കാനുള്ള ചാർജ് ഞങ്ങളിലില്ല. അപ്പോൾ ബൈ. കണ്ടു. ഓ മൈ ഗോഡ്, ദിസ് ഈസ് നടുവട്ടം റൈറ്റ്. ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ്. നമ്മൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാല്ലേ, നമ്മൾ വെറുതെ വണ്ടിയാണാവോ. നല്ല തണുപ്പുണ്ട്, അതായത് നല്ലൊരു മഴയും വരുന്നുണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാണ് ഈ സംഭവം. കരുതിയ പോലെന്നല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണുന്നത് എൻ്റെ എന്താ പറയുക, വാച്ചിൽ എത്ര ടൈം അറിയാമോ? 7:34. ഏരക്കില്ല കാഴ്ചയാണ്. ഇവിടെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു. 2 ദിവസമായിട്ട് ഇവിടെ കറണ്ട് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. വർത്താനം പറയാനൊന്നും ബൈക്കില്ല. ഓക്കെ, അപ്പോൾ ബൈ 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 ബൈ. ഓ, ഈ ഇരുണ്ട സാധനം കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പിരാന്താണെന്ന്. കാരണം ഈ എന്താ പറയുക, ഈ ഇരുട്ടത്ത് എന്താ കാണിച്ചു തരാമല്ലത്. ഇത് ആക്ച്വലി നടുവട്ടം പറഞ്ഞ സ്ഥലമാണ്. അതായത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഊട്ടിക്ക് കയറുന്നതിന് കുറച്ച് നേരം മുമ്പ് അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് കറണ്ടില്ല. വണ്ടികൾ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കാണാം. അതായത് നല്ല തണുപ്പാണ് ആക്ച്വലി. ഇവിടെ വിറക്കും, പറ ഞാൻ തന്നെ വിറച്ചിട്ടാണ് കുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാം ഇവിടെ എത്രത്തോളം നല്ല തണുപ്പിട്ടത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ അവിടുന്ന് പോരുന്ന തൊട്ടിട്ട് കാലോ തൊട്ടിട്ട് ഇവിടെ വരെ ഉള്ളത് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പറ്റുന്ന എല്ലാ ആൾക്കാരും ഒന്ന് കണ്ടിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകുക. എനിക്ക് സമാധാനം. ബൈ 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 ബൈ, അത്രേ ഉള്ളൂ.